സുഹൃത്തുക്കളെ, ഞാനൊരാളെ പരിചയപ്പെടുത്തണം. ഇതാണ് മോഹനേട്ടൻ, തിരൂർക്കാട് സ്വദേശിയാണ്. ഇവിടെ കരുവാരകുണ്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 7 ദിവസത്തോളമായി. അദ്ദേഹം ഒരു ശില്പത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ട ആൾ ഇങ്ങനെയാണെങ്കിലും വലിയൊരു കലാകാരനാണ്. മോഹനേട്ടൻ 7 ദിവസമായി ഇവിടെ വന്നിട്ട്? 7 ദിവസമായി. എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൊക്കെ? വർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല സഹകരണമായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇന്ന് തീർന്നു ശില്പമൊക്കെ? കൊടിമരത്തിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ കൊടുത്തിട്ട് വേണം പോകാൻ. കൊടിമര നിർമ്മാണമാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോഴത്തൊന്നും ഇത് കഴിഞ്ഞ് അടുത്തത് താനൂർക്ക് വിളിച്ചിട്ടുണ്ട്, താനൂര് സമ്മേളനത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ശില്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോനേട്ടൻ എന്തായാലും ചെല്ലും, വിളിച്ച് എന്തായാലും വരും അല്ലേ? ഫോൺ നമ്പർ എന്ന് പറയും മോനേട്ടാ? 99 95 128 175. എന്തായാലും ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ മോനേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മോനേട്ടൻ നമ്മളൊരു സുഹൃത്തായി മാറി. ഇവിടെ ഇപ്പോൾ കരുവാരകുണ്ടിൽ 7 ദിവസമാണെങ്കിൽ നല്ലൊരു സുഹൃത്തായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ എന്തായാലും നമ്മൾ ലാസ്റ്റ് നൽകുന്നതായിരിക്കും. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അദ്ദേഹം ഉണ്ടാക്കിയ പ്രവർത്തനത്തിൻ്റെ ഒരു ഇതൊന്ന് കാണാം. ശില്പം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിരേണ്ടത് സ്ഥാപിച്ചത് വരെയുള്ള വീഡിയോസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും.
വളരെ മനോഹരമായിട്ട് തന്നെയാണ് മോഹനേട്ടൻ തൻ്റെ ശില്പങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒരു സ്ത്രീ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തൻ്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ പതാകേന്ത്യ പുരുഷനും 7 ദിവസത്തെ പ്രയത്നമാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. വണ്ടൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശില്പങ്ങൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഡിസംബർ 11, 12, 13 എന്നീ തീയതികളിൽ കരുവാരകുണ്ടിൽ വെച്ചാണ് വണ്ടൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ആ കലാകാരന് നിങ്ങളുടെ സപ്പോർട്ട് നൽകുക. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ എന്തായാലും ഇവിടെ നൽകുന്നതാണ്. ആവശ്യമുള്ളവർ ഇത്തരത്തിലുള്ള പ്രതിമകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ളവർ അദ്ദേഹത്തെ